ഗൈസ്, ഞാനിരിക്കുന്നത് മഹീന്ദ്ര 6-ന്റെ ഉള്ളിലാണ്. ഞാനിത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാണ് ഓട്ടോമാറ്റിക്കലി. സോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ കൊച്ചിയിൽ ഈ സാധനം എത്തിയിട്ടുണ്ട്. പീസ് അമേസിങ് വണ്ടിയാണ്, ഒന്നും പറയാനില്ല. ഇന്ത്യയിൽ ഇങ്ങനൊരു സാധനം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഞാൻ അങ്ങനെ വണ്ടികളുടെ റിവ്യൂസ് ഒന്നും എടുത്തിടാറില്ല, പക്ഷേ എനിക്കിതിനെക്കുറിച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയില്ല. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പിലുള്ള ഒരു സിസ്റ്റമാണ്. ഡിസ്പ്ലേ തന്നെ വലിയ ഡിസ്പ്ലേ ആണ്. ഇതുപോലത്തെ ഡിസ്പ്ലേ ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ സ്വിച്ച്, ഇതാണ് സംഭവം. സ്വിച്ച് എന്ന് പറയുമ്പോൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ്. പിന്നെ പുൾ ടു ഓപ്പൺ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. മ്യൂസിക് സിസ്റ്റം ഹാർമൻ കാർട്ടോൺ തന്നെയാണ്. വളരെ സൂപ്പർസ്റ്റിക് അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഡിസൈനാണ്. പിന്നെ പാനോറാമിക് സൺറൂഫ് ആ സംഭവം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് നമുക്ക് സെറ്റാണ്. പിന്നെ സീറ്റ്സും കുഷനിങ് ആണ്. അത്യാവശ്യം ലെതർ ടൈപ്പ് സീറ്റാണ്. എയർ വെൻറ്റിലേഷൻ ഉണ്ട് സീറ്റിൽ. മൊബൈൽ ചാർജിങ്, ഫാസ്റ്റ് നമ്മുടെ വയർലെസ് ചാർജിങ് ഉണ്ട്. AC വെൻസ് ഉണ്ട്. ഇവിടെ ഉണ്ട് AC വെൻസ് ആക്ച്വലി വരുന്നത്. ഇത്ര ഏരിയ വരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സെയിമുള്ള ഡിസൈൻസ് ആണ് മാത്രം. ഇവിടെ നമുക്കൊരു ക്യാമറ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ കോൾ റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ വീഡിയോസോ എടുത്തിട്ട് നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഫേസ് ടു ഫേസ് മീറ്റിംഗ് വരെ ഇതിൽ നടത്താനുള്ളൊരു ഓപ്ഷൻ. ബ്രേക്ക് പെഡൽസ് ആൻഡും നമ്മുടെ ആക്സലറേഷൻ പെഡൽസ് ഇങ്ങനെയാണ്. പിന്നെ ഞാൻ വണ്ടി പുറത്തേക്ക് എടുക്കാൻ പോകണം. പുറത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അറിയാം, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ ലംബോർഗിനിയിൽ കണ്ടിട്ടുള്ളൂ ഇതുപോലത്തെ കളറ്. ആ ഒരു സെയിം കളർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഓറഞ്ച്. ഇത് XEV 9e. ഇതാണ് പുതിയ ബാഡ്ജിങ് മഹീന്ദ്രയുടെ. അടിപൊളി ബാഡ്ജിങ് ആണ്, ഒരു വെറൈറ്റി സംഭവമാണ്. വണ്ടി B6-ലും കുറച്ചും കൂടി വലിപ്പം കൂടുതലുണ്ട്. ഇതിൻ്റെ കുറച്ച് അട്രാക്റ്റീവായിട്ടൊരു കളർ ഇതാണ്, റെഡ് ടൈപ്പ്. ഫാന്റാസ്റ്റിക് തിങ്, സൂപ്പർ. ഞാനിതിങ്ങനെ റിവ്യൂ ചെയ്യാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചു തന്നെയല്ല, ഒരു ഭാഗ്യം തന്നെയാണ്. മഹീന്ദ്ര ഈസ് ഗിവിങ് ദാറ്റ് ഓപ്ഷൻ ഓൾസോ. ഇതാണ് കുറച്ചുകൂടി കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് മഹീന്ദ്ര ചെയ്യുന്നത്. അപ്പോൾ മറ്റ് കാറുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മൾ അവോയ്ഡ് ചെയ്യും, വീഡിയോസ് എടുക്കാൻ പാടില്ല, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞൊക്കെ. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവരുടെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും വരാം, വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, നോ പ്രോബ്ലം. ഇപ്പോൾ അതിൻ്റെ ഒരു സീസണാണ്. ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഡലൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ അതിശയിച്ച് നിൽക്കുവാണ്. ഇങ്ങനത്തെ ഒരു സാധനം ഇന്ത്യയിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സംതിങ് മിറാക്കിൾ. ബൂട്ടൊക്കെ മറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങി പോകാമെന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഓട്ടോമാറ്റിക് ബാക്ക് ഡോർ ഓപ്പണിംഗ് ആണ്. നമുക്കിവിടെ ഒരു സ്വിച്ച് ഉണ്ട് കണ്ടോ. ഈ സ്വിച്ചിൽ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ തുറക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി വി ക്യാൻ ക്ലോസ് ദിസ് ബൈ യൂസിങ് ദ സ്വിച്ച്. കണ്ടോ, B6-ലും ഈ സെയിം ആണ്. ഈ ഒരു സെയിം ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ട് B6-ൽ. കുറച്ചുകൂടി കണ്ട ഒരു സ്പോർട്സ് കാർ ലുക്കാണ് ഈ വണ്ടിക്ക്. സ്പോയിലറൊക്കെ ഉണ്ടോ.
പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. നൈസ് വെറൈറ്റി കാറാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാറ്റ കർവിൻ്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് ശരിക്കും ഫാൻറ്റാസ്റ്റിക് ഡിസൈൻ തന്നെയാണ്. നമ്മൾ നേരത്തെ നമ്മൾ 9 കണ്ടു. 9 കണ്ടതിലും കുറച്ചുകൂടി ഒരു കപ്പാസിറ്റി കുറവാണ് ബൂട്ടിന്, പക്ഷേ എന്നാലും ഇനഫ്. അങ്ങനെ കൊച്ചിയിലും എത്തി.